ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂരിൽ നിന്ന് അച്ഛൻ സുധീർ കൂടെ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ ഞാനും പീലും വേഗം ചിക്കൻ കടയിൽ പോയി കേട്ടോ. അവിടെ ചെന്നപ്പോൾ പീല് പറഞ്ഞു അമ്മ താറാവ് മതിയെന്ന് പറഞ്ഞു. താറാവിനെ നോക്കി നിന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം ഞങ്ങൾ ഒരു 2 കിലോ വരുന്ന ഒരു താറാവിനെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇറച്ചിയായിട്ട് കിട്ടിയപ്പോൾ ഒരു 1.5 അടുത്തുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് നന്നായി കഴുകി വൃത്തിയാക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി കൂടുതൽ ഒഴിക്കുന്നുണ്ട്. കാരണം ഈ താറാവിനൊരു സ്മെല്ലുണ്ടാവും, അപ്പോൾ അതെല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാനത് ആ നെയ്യും കുറച്ച് എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതൊന്നും ആദ്യം മൊരിയിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വേവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മാത്രം മതി. പിന്നെ ഈ താറാവിറച്ചി വയ്ക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാനത് മുന്നേ പറയാമല്ലോ, കാരണം നമ്മൾ നാളികേരമൊക്കെ വറുത്തരച്ചാണ് വെക്കുന്നത്. ഇത്തിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അച്ഛൻ വരണതല്ലേ, നന്നായി വെക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ആരെന്ത് വന്നാലും അതെ അച്ഛൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അതും അച്ഛൻ്റെ കൈ കൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്ത് ഒരുപാട് ഐറ്റം ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് ഐറ്റം ഇല്ലെങ്കിലും ഉണ്ടാക്കുന്നത് ഇത്തിരി സ്പെഷ്യലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ താറാവിൻ്റെ ഇറച്ചിനെ മേടിച്ചത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെന്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കീറിയതും ഒരു അര സബോള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും മിക്സും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം, അതായത് ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ താറാവിറച്ചി ഒന്ന് വെന്ത് കിട്ടാനുള്ളത് അതും കൂടി ഒഴിച്ചിട്ട് വിസിലടിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ താറാവായതുകൊണ്ട് തന്നെ ഇത്തിരി വേവ് കൂടുതലാണ്. എനിക്കൊരു 4-5 വിസിലിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും കൂടിയിട്ട് ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ്. പിന്നെ ഞാനിത് 4 വിസിലായിട്ട് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒരു ഉരുളൻകിഴങ്ങും കൂടി നുറുക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു വിസിലും കൂടി കൊടുത്തിരുന്നു. പിന്നെ ചെയ്യാൻ പോകുന്നത് നാളികേരം വറുക്കാനാണ്. അപ്പോൾ അതിലേക്ക് ഒരു 2 കറുവപ്പട്ട, ഒരു 2 ഗ്രാമ്പു, 2 ഏലക്ക, കുറച്ച് പെരിഞ്ചീരകം, ഇതും നാളികേരം ഒരു അരമുറിയാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം, അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ടാണ് ഞാനത് വറുത്തെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് തീ നിർത്തിയതിന് ശേഷമാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ ചൂടിൽ തന്നെയാണ് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ താറാവിനെ ഒന്ന് ഡ്രൈ ആക്കിയില്ലേ, ആ വെളിച്ചെണ്ണ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ആ ചീഞ്ചട്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇടുന്നുണ്ട്. അതൊന്നും മൂത്ത് വരുമ്പോൾ അതിലേക്ക് വീണ്ടും ഒരു പച്ചമുളകും പിന്നെ വലിയ 2 സബോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം, സബോള ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ വഴണ്ട് വന്നിരിക്കുന്നതിലേക്ക് നമ്മൾ കുക്കറിൽ അടിച്ചു വെച്ചിരിക്കുന്ന താറാവിൻ്റെ ഇറച്ചി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കണ്ടറിയാം, ഞാനൊരു ഉരുളൻകിഴങ്ങും കൂടി കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നോൺ വെജ്ജിൽ എപ്പോഴും എന്തെങ്കിലും ഒരു വെജ്ജും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഗ്രേവിയും ആ മസാലയും ആ താറാവും, ചിക്കൻ എന്നാണ് പറയുന്നത്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചിക്കനാണല്ലോ മേടിക്കുന്നത് നമ്മൾ. അപ്പോൾ താറാവും കൂടി മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഈ തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം ഉണ്ടല്ലോ, അത് ഞാൻ മിക്സിയിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. എന്നാൽ അധികം വെള്ളം ഒഴിക്കാണ്ടാണ് അങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതും കൂടി അങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണാനായിട്ട് വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷേ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു.
നമുക്ക് നല്ല ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. ചപ്പാത്തിയോ എന്ത് വെള്ളം കഴിക്കാൻ പറ്റും. ആ താറാവിൻ്റെ കുത്തും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതാ ലാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ താറാവിറച്ചി ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.